സദൃശ്യവാക്യങ്ങൾ 7-ാം അധ്യായം 8-ാം അധ്യായം അവിടെ കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് ആൻമോള് കൊണ്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഹാലേലുയ. അമ്മ അത് 7-ാം അധ്യായത്തിൽ ഒന്നും രണ്ടും വായിച്ചു, താഴോട്ട് വായിച്ചു. എന്ത് സദൃശവാക്യങ്ങൾ എത്ര? പ്രോവെർബ്സ് 7-ന്റെ 1 അടങ്ങിയിട്ട്. മകനെ, എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ കാത്തുകൊള്ളുക. നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്ക. അവൻ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. ഞാൻ എന്റെ വീട്ടിന്റെ കിളിവാതിൽക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനായ യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്തും ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീട്ടിന്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്ന് അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്ന് ഇതാ, വേശ്യാവസ്ത്രം ധരിച്ചു ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. അവൾ മോഹപരവശയായും തന്നിഷ്ടക്കാരത്തിയുമാകുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കയില്ല. ഇപ്പോൾ അവളെ വീഥിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം. ഓരോ കോണിലും അവൾ പതി ഇരിക്കുന്നു. അവൾ അവനെ പിടിച്ചു ചുംബിച്ചു. ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ എന്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു, നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ട് നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ എന്റെ കട്ടിലിന്മേൽ പരവതാനികളും മിസ്രയീമ്യ നൂൽ കൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു. മൂറും അകിലും ലവംഗവും കൊണ്ട് ഞാൻ എന്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക, വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം, കാമവിലാസങ്ങൾ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു. പണമടശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പൗർണമാസിക്ക് വീട്ടിൽ വന്നെത്തുകയുള്ളൂ. ഇങ്ങനെ ഏറിയോരും ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ചു. അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്നിടത്ത് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളത് എന്നറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേൾപ്പീൻ, എന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതകളിലേക്ക് നീ തെറ്റി ചെല്ലുകയും വരുത്. അവൾ വീഴിച്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഫോഷിയായ ഹാലേലൂയ സ്ത്രീയെ കുറിച്ചും ഹാലേലൂയ അവളെ കുറിച്ച് പറയുകയാണ്. ഹാലേലൂയ ഇവിടെ പറയുന്നത്, മകനെ, എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊള്ളുക. അപ്പം ദൈവത്തിന്റെ വചനങ്ങൾ എവിടെയായിരിക്കണം? നമ്മുടെ ഹൃദയത്തിന്റെ പലകമേൽ എഴുതിയിരിക്കണം. അത് നമ്മൾ പ്രമാണിച്ച് നടക്കണം. അതുപോലെ നിങ്ങൾ വിരലിന്റെ അവിടെ പറയുന്ന നീ ജീവിച്ചു എന്റെ കൽപ്പനകളെ ഉപദേശത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളും. കാരണം കണ്ണിലെ കൃഷ്ണമണി എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കാഴ്ചക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലേ, കാണാൻ. അപ്പൊ നമുക്ക് ശരിയായ കാഴ്ച ലഭിക്കണമെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ സകലത് എന്താ? ദൈവത്തിന്റെ വചനത്തിലൂടെ നോക്കണം. ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, അത് വെളിപ്പെടുമ്പോൾ അത് നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ എവിടെ അത് കാണുമ്പോഴെല്ലാം വചനം കൊണ്ട് അതിനെ ശോധന ചെയ്യണം. ഇത് ദൈവഹിത പ്രകാരമുള്ളൊരു വിഷയമാണോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? ദൈവത്തിൻ്റെതാണോ, ദൈവം അയച്ചതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇത് കെണിയാണോ എന്ന് തിരിച്ചറിയണമെന്നാണ്. അവിടെ അത് പറയുന്നത്, നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. വിരലിന്മേൽ എന്താ? നമ്മുടെ കൈകളൊക്കെ നമ്മൾ ഒരു കാര്യം എടുക്കുന്നതിന് മുമ്പ്, ചെയ്യുന്നതിന് മുമ്പ്, ഒരു കാര്യം എന്ത് കാര്യം അതുകൊണ്ട് തൊടുന്നതിന് മുമ്പ് ആദ്യം വിരലറ്റമല്ലേ ചെന്ന് തൊടുന്നത്. അപ്പൊ വചനത്തിന്റെ പ്രകാരമല്ല
ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാത്ത ഒന്നിലേക്ക് നമ്മൾ കരം നീട്ടരുത്. ഹൃദയത്തിന്റെ പലകമേൽ എഴുതാൻ പറഞ്ഞാൽ ഹൃദയത്തിൽ എപ്പോഴും രാപ്പകൽ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറയുന്നത്. ഹാലേലിയ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഹാലേലിയ രാപ്പകൽ 24 മണിക്കൂറും ദൈവത്തിന്റെ വചനം ഉണ്ടാകണം. ഹാലേലിയ. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും എല്ലാം ഹാലേലിയ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വചനത്തിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അവിടെ പറയുന്ന ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറയണം. ഇതൊക്കെ ഇവിടെ എന്നിട്ട് ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുകയാണ്. ഒരു യൗവനക്കാരുടെ കൂട്ടത്തിൽ ഫോഷനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുക, ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടെന്ന്. ബുദ്ധിഹീനല്ല ഫോഷൻ. ഹാലേലിയ. ഏത് ബുദ്ധി? അവന് ലോകത്തിന്റെ ബുദ്ധി ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനം അവൻ ഉണ്ടാകാത്തവൻ. അതുകൊണ്ട് ജ്ഞാനത്തിനോട് എന്റെ സഖി എന്ന് പറയും. ഏത് ജ്ഞാനത്ത്? ദൈവത്തിന്റെ ജ്ഞാനത്തോട്. അവിടെ വചനം ധ്യാനിക്കുന്ന മനുഷ്യൻ ഉണ്ടാകുന്നത് ലോകത്തിന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഹല്ലേലൂയ. വചനം ഉള്ളിലുള്ള മനുഷ്യൻ, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മനുഷ്യൻ, വചനം ഹൃദയത്തിന്റെ പലകമിൽ എഴുതിയിരിക്കുന്നതിന് ലോകജ്ഞാനമല്ല, ദൈവത്തിന്റെ ജ്ഞാനം ഉണ്ടാവും. അതില്ലാത്തവനെയാണ് ബുദ്ധിഹീനൻ എന്ന് പറയുന്നത്, ഫോഷൻ എന്ന് പറയുന്നത്. അവനെ സന്ധ്യാസമയത്ത് ഇവിടെ പറയുന്നത് ഇരുട്ടും അന്ധകാരമുള്ള ഒരു രാത്രിയും. ഹാലേലൂയ. അതിന്റെ 12-ാം വാക്യം, ഇപ്പോഴുള്ള വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരമുള്ള ഒരു രാത്രി. ഇവള് ഇരുട്ടത്ത് മാത്രം സഞ്ചരിക്കുന്നവളാണ്. ഇപ്പോൾ അന്ധകാരത്തിൽ മാത്രം സഞ്ചരിക്കുന്നത്. അവളെ കാണണമെങ്കിൽ പകലും നോക്കി കാണത്തില്ല, വെളിച്ചത്ത് നോക്കി കാണത്തില്ല. ഹാലേലൂയ. എന്താ പറയുന്നത്? അവളെ വീതിയിൽ കൂടെ നടക്കുന്ന, ഇവന്റെ അരികിലേക്ക് ചെല്ലുന്ന. എന്നിട്ട് അടുത്ത് പറയുന്ന ഹാലേലൂയ ഇങ്ങനെ 21-ാം വാക്യം പറയുന്നത്, ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവളവനെ വശീകരിച്ച് അതരമാതിരിയും കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. ഏറിയ ഒരു വാക്കുകൾ. ഒരു പ്രാവശ്യം വിളിച്ച് ചെല്ലുന്നില്ലെങ്കിൽ ഹാലേലൂയ വിട്ടിട്ട് പോകത്തില്ല. ഏറിയ വാക്കുകളാൽ പിന്നെയും ഓരോന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രലോഭിച്ച് അവരെ കൂട്ടിക്കൊണ്ടു പോകും. ഇവളെ കുറിച്ച് ആരാന്ന് ചോദിച്ചാൽ ഇതാണ് പിശാച്. അവൾ ഇരുട്ടത്ത് മാത്രം സഞ്ചരിക്കുന്ന ഹാലേലൂയ മനുഷ്യനെ ഏറിയ വാക്കുകൾ കൊണ്ട്, ഇമ്പ വാക്കുകൾ കൊണ്ട് പലതും കാണിച്ച് കൺമോഹം പല മോഹങ്ങളും കൊടുത്ത് വശീകരിച്ച് അവളെ കൊണ്ട്. എന്നിട്ട് അത് 22-ാം അറുക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഫോഷനും പോകുന്ന പോലെ, പക്ഷെ ജീവഹാനിക്കെന്നറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെയും, കാരണം അസ്ത്രം തിരക്കുകൾ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ഇങ്ങനെ വശീകരിച്ചുകൊണ്ട് ഇവർ അറിയുന്നില്ല ഇവരെ കൊണ്ടുപോകുന്ന മരണത്തിലേക്കാണെന്ന്. അതിന് രാശി പറയുന്ന അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴി, അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. പലപ്പോഴും നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മൾ ഈ ലോകത്ത് കാണുന്ന പലരെയാണെങ്കിലും ഇത് വശീകരിച്ചാ കൊണ്ടുപോകുന്നത്. അത് ഒരു പ്രാവശ്യം വന്നിട്ട് അല്ല, ഞാൻ പറയും ആദാം ഹവ്വയും ഏദൻ തോട്ടത്തിലായിരുന്നപ്പോ ഒറ്റ ദിവസം കണ്ടല്ല പാമ്പ് ഹവ്വയുടെ ഹൃദയത്തെ കവർന്നത്. ഹാലേലിയ. പല ദിവസങ്ങളിൽ ചെന്ന് സംസാരിച്ച് ഒരു ദിവസം അവളെ കൊണ്ട് പാപം ചെയ്യിക്കുക ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നത്. ഹാലേലൂയ. ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് പാപം വന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കയറിയല്ല, പിശാച് പല പ്രലോഭനങ്ങളാലും പല വാക്കുകളാലും കുറെ ദിവസങ്ങളായി പണിയെടുത്തിട്ടാണ് ഒരു ദിവസം പാപത്തിലേക്ക് തള്ളിയിടുന്നത്. ഹാലേലൂയ. അവളുടെ വാക്ക് വലിയ ചക്കര വാക്കായിരിക്കും, ഇമ്പമുള്ള വാക്കായിരിക്കും. കേൾക്കാൻ നല്ല സുഖമായിരിക്കും, സന്തോഷിപ്പിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മളെ പല പ്രലോഭനങ്ങളും തന്ന്, പല മോഹങ്ങളും തന്ന് ഹാലേലൂയ പലയിടത്തേക്ക് ഉയർത്തിക്കൊണ്ട് പോകും. പക്ഷെ ആ വാക്ക് നിങ്ങൾ കേൾക്കരുത്. അത് കേട്ടാൽ നിങ്ങൾ എവിടെയൊക്കെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഹാലേലൂയ നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലിയുമരുത്. അവൾ വീഴ്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. ഹാലേലൂയ. ഇവിടെ ഹാലേലൂയ. എന്നിട്ട് 18-ാം വാക്യം, വരിക വെളുക്കം വരെ നമുക്ക് പ്രേമത്തിന് നമുക്ക് നേരം വെളുക്കം വരെ ഹാലേലൂയ ഉള്ള പരിപാടിയേ ഉള്ളൂ. കാരണം രാത്രി ഇരുള് പറ്റി ഇരുട്ടിന്റെ അധികാരിയായ പിശാചിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്ത്രീയിലൂടെ കാണിക്കുന്നത് നമുക്ക് പലപ്പോഴും നമ്മളെ പലരെയും വാക്ക് പറഞ്ഞ് ഏറെ ഇമ്പ വാക്കുകളൊക്കെ പറഞ്ഞ് ചക്കര വാക്കൊക്കെ പറഞ്ഞാണ് പലതിലേക്കും വിടുന്നത്, കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി പോയി പെടുന്ന ഇവിടെ പറയുന്ന അത് പറഞ്ഞതിന് ശേഷം
അല്ലെ. അടുത്ത 8-ാം വാക്യം തുടങ്ങുന്നത് ഇവിടെ പറഞ്ഞത് ഇവിടെ ഒരു സ്ത്രീ വന്ന് ഇരുട്ടിന്റെ അധികാരമുള്ള അന്ധകാരമുള്ള സമയത്ത് വന്ന അവള് ഹൃദയത്തിൽ ഉപായം പൂണ്ട വേശ്യാവസ്ഥ ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാകാൻ സാത്താനാണ് അതൊന്ന്. പക്ഷേ അപ്പൊ 8-ാം വാക്യം തുടങ്ങുന്ന തന്നെ ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ, ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ. നമ്മളോട് ജ്ഞാനമായവൾ, ദൈവത്തിന്റെ ജ്ഞാനം ആത്മാവ് നമ്മളോട് വിളിച്ച് പറയുന്നില്ലേ, ആ സ്വരം നമ്മളെ കേൾപ്പിക്കുന്നില്ലയോ. പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ വന്നു നിന്ന് ഏറി ഇമ്പവാക്കുകൾ പറയുന്ന, ചക്കര വാക്ക് പറയുന്ന ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനാത്മാവിന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നമ്മൾ ചിലപ്പോൾ അത് കേൾക്കുന്നെങ്കിൽ നമ്മൾ അത് ഇഗ്നോർ ചെയ്യുന്നു. നമ്മളോട് നിരന്തരമായി പരിശുദ്ധാത്മ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ പറയാറില്ല, ചിലപ്പോഴൊക്കെ നമ്മൾ യൂട്യൂബൊക്കെ എടുത്ത് കോമഡിയൊക്കെ കണ്ട് ഇരിക്കുമ്പം അകത്ത് അന്യഭാഷയിൽ പരിശുദ്ധാത്മ നമ്മളോട് സംസാരിക്കും. ഇത് സംസാരിച്ചുകൊണ്ട് ഈ ശബ്ദം നമുക്ക് കേൾക്കാം. ചിലപ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇത് അടച്ചു വെക്കും. ചിലപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹല്ലേലൂയ, ഇത് കേൾക്കുമ്പോഴും ഇതവിടെ കേട്ടോണ്ടിരിക്കുന്ന ഇത് കണ്ടോണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള അനുഭവം നമുക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കണ്ണുകളെ ഇവിടെ കാതുകളെ ഇവിടെ പിടിച്ച് വല്ലാതെ വശീകരിക്കുമ്പോ എന്താ വെച്ചാൽ ഈ ശബ്ദത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യും. അത് ഇഗ്നോർ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതല്ല. നമ്മൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ശബ്ദത്തിന്റെ പിന്നാലെ നമ്മൾ പോയി അത് കെണിയാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ നിന്ന് വലിച്ച് താഴേക്കിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പോയി വീണ് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് കെണി ആയിരുന്നു എന്ന്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ജ്ഞാനമായി വിളിച്ചു പറയുന്നില്ല, ബുദ്ധിയാൽ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ല. അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലും അരികത്തും പട്ടണവാതിക്കലും ഗോപുരത്തിങ്കലും ഘോഷിക്കുന്നത്, പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയും, എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കിലേക്ക് വരുന്നത്. എവിടെ? പട്ടണവാതിൽ, പടിവാതിൽ, സകലയിടത്തു നിന്ന് ഘോഷിച്ചുകൊണ്ടിരിക്കുക. എന്താ? കർത്താവിന്റെ സുവിശേഷം ഘോഷിക്കപ്പെടുന്നുണ്ട്, കർത്താവിന്റെ വചനം ഘോഷിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. സത്യം വിളിച്ചു പറയുന്നുണ്ട്. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എല്ലായിടത്തും അത് ഘോഷിക്കുന്നുണ്ട്. പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് വിളിച്ചു, എന്റെ സ്വരം മനുഷ്യപുത്രന്മാരെ അടുക്കിലേക്ക് വരുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വരം നമ്മുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ഹല്ലേലൂയ. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളി, മൂഢന്മാരെ വിവേകഹൃദയമുള്ളവരാകുവിൻ. ഹല്ലേലൂയ. അപ്പൊ അല്പബുദ്ധിയായിട്ടും മൂഢന്മാരായിരിക്കുന്നവരെയും ജ്ഞാനിയാക്കാൻ വിവേകം തരുവാനും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം മാത്രം കേട്ട് ജ്ഞാനാത്മാവിന് നമ്മൾ ചെവി കൊടുത്താൽ മതി. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവിന് ചെവി കൊടുക്കാതെ ലോകത്തിന്റെ ജ്ഞാനത്തിനനുസരിച്ച് നമ്മൾ നടക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ പറയാം, കുഞ്ഞുങ്ങളൊക്കെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ അറിവനുസരിച്ച് നമ്മുടെ ലോകത്തിന് ഏത് ജോലി ഏത് കോഴ്സ് പഠിച്ചാലോ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കിട്ടുന്നത്, നല്ല സാലറി കിട്ടുന്നത്, ഏതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ലോകപരമായി നമ്മൾ തപ്പു വരുന്നുണ്ട് അല്ലേ? ഹല്ലേലൂയ. ലോകപരമായി നമ്മൾ തപ്പുമ്പോൾ ലോകപരമായ ജ്ഞാനം പലതിലേക്കും കൊണ്ടുപോകും. പക്ഷേ ദൈവത്തിന്റെ ആലോചന ചോദിച്ച് ദൈവം പറയുന്ന ഒരു കോഴ്സിന് പറഞ്ഞു വിട്ടാ നിങ്ങൾ നാളെ കൊച്ചിന് ജോലി കിട്ടുമെന്നോ ശമ്പളം കിട്ടുമെന്നോ ഓർത്ത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ദൈവത്തിന് ആത്മാവ് ആരംഭം മാത്രം കാണുന്ന ആത്മാവല്ല, അവസാനവും അറിയുന്ന ആത്മാവാ. തുടക്കം മാത്രമല്ല, ഒടുക്കും അറിയാം ദൈവത്തിന്റെ ആത്മാവിന്. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നൊക്കെ നല്ലതുപോലെ അറിയാം. നമ്മളുടെ വണ്ടിയൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ കഴിഞ്ഞ ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോ എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടോ, ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് വിശ്വാസം, നമുക്ക് പലരെയും വിശ്വാസം പ്രിൻസ് പാസ്റ്ററാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പലതിനെയും വിശ്വാസം. പക്ഷേ ദൈവത്തിന്റെ വിശ്വാസം, ദൈവത്തോടുള്ള വിശ്വാസത്തിന് നമ്മള് KSRTC ബസ്സിൽ കയറിയാൽ എത്ര പേരുണ്ടെന്ന് വെച്ചു പലരുടെ കൈ ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ ഉറങ്ങിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? മിക്ക ആൾക്കാരും ഉറങ്ങിയിട്ടുണ്ട്. കാരണം കൂർക്കം വരച്ചടുത്തിരിക്കുന്ന തലയൊക്കെ ഇടിച്ചു പൊട്ടിക്കുന്ന നമ്മൾ ഉറങ്ങാറുണ്ട്. KSRTC സൂപ്പർ ഫാസ്റ്റ്. എന്താ ഉറപ്പ് തങ്ങ് എത്തുമെന്ന്? ഓടിക്കുന്ന ഡ്രൈവർ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മൾ ഉറങ്ങും അല്ലേ?
KSRTC ബസ് സൂപ്പർ ഫാസ്റ്റ് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ നമ്മുടെ റോഡിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടാണ്ട് ഒരു ബസ് ഇങ്ങോട്ട് വന്ന് അതിന്റെ ആക്സിഡന്റ് വന്ന് തലകുത്തി നേരെ വീഴുന്ന കാണുന്നുണ്ട്. കാരണം ഇതുപോലെ KSRTC ബസ് ഹാലിൽ എല്ലാവരും പറയുന്ന നടക്ക് മര്യാദയ്ക്ക് മെയിൻ്റനൻസ് ഇല്ലാതെ അമ്മ കട്ടപ്പുറത്തിരിക്കാൻ പോകാത്ത തുരുമ്പ് പിടിച്ച് പോകുന്ന ബസ്സിനകത്ത് കയറി സുഖമായിട്ട് കുറുക്കം വലിച്ച് തുറങ്ങും ആൾക്കാർ. എന്താ കാര്യം? ഓടിക്കുന്ന ഡ്രൈവറെ ഭയങ്കര വിശ്വാസമാണ്. ഹാലൂയ. ഫ്ലൈറ്റിൽ കയറിയ പൈലറ്റിന് വിശ്വാസമാണ് അവിടെ കൊണ്ടെത്തിക്കുമെന്ന്. അല്ല, എല്ലാവരും വിശ്വാസം ലോകത്ത്. പക്ഷെ നമുക്ക് വിശ്വാസമില്ലാത്ത ആരെന്നറിയാ? ദൈവത്തെ മാത്രമാ. ദൈവം ഒരു കാര്യം പറയാം, പിന്നെ സംശയം നടക്കുവോ? നടക്കത്തില്ലേ? എത്തത്തില്ലേ? ഹാലൂയ. ആമേ. പൂർത്തിയാക്കത്തില്ല ഇത്. ഹാലേ. നിങ്ങൾ വിശ്വസിക്കേണ്ടത് വിശ്വാസത്തിന് യോഗ്യൻ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുകന, അത് നമ്മുടെ യേശുവാണ്. ഹാലൂയ. ആ യേശു ഹാലൂയ അദ്ദേഹം പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞൊരു കഥ അതിനകത്തൊരു ഇതും കൂടെ പറഞ്ഞു. ഹാലി ഒരു ദിവസം ഹാലൂയ ആമേ പല പ്രാവശ്യം പറഞ്ഞിട്ടെന്ന് വാസ്റ്റ് പറയുന്നത് കേട്ടിട്ടുണ്ടോ എല്ലാവരും? ഹാലേ വീട്ടിലേക്ക് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ഏതോ ഒരു ദേവദാസൻ ഏതോ ഒരാരോ പറഞ്ഞു, അല്ല പാസ്റ്റർ ഞാൻ അതുവഴി വരുന്നുണ്ട്, എന്റെ കയ്യിൽ കുറച്ച് ചെമ്മീനുണ്ട്, ഹാലേലിയ ആരുടെങ്കിലും ജംഗ്ഷനിലേക്ക് ഒന്ന് വരാൻ പറയുക, കാരണം എനിക്ക് വീട്ടിൽ വരെ പോയി കൊടുക്കാൻ സമയമില്ല. ഇത് വിളിച്ച് പാസ്റ്റർ ഭാര്യയുടെ ഒന്ന് അതുപോലെ ഒരാൾ ആരെങ്കിലും അവിടേക്കൊന്ന് വിട്, ഒരാൾക്ക് ചെമ്മീനുണ്ട്. കേട്ടപ്പോ ഭാര്യ ഫോണും പിടിച്ചെന്ന് കരഞ്ഞു. ഹാലേലിയ. അപ്പൊ ചെന്താ നീ കരയുന്ന ചോദിച്ചു പറഞ്ഞു, ഇന്നൊരു സംഭവം ഉണ്ടായി. ഹാലേലിയ. മോള് ഉച്ചയ്ക്ക് സ്കൂളിൽ ഏതോ കുട്ടി ഒരു ഡോക്ടറെ കുറ്റം കണ്ട് പ്രോൺസ് ബിരിയാണി കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തു. അത് കഴിച്ചോണ്ട് നിന്നപ്പോ ഇവർക്ക് ഭയങ്കര ഹൃദയത്തിൽ ആഗ്രഹം വന്നു, പ്രോൺസ് ബിരിയാണി കഴിച്ചാൽ വീട്ടിൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ കൊള്ളാം. എന്നിട്ട് അവൾ അപ്പൊ തന്നെ മനസ്സിൽ പറഞ്ഞു, പറയാവുന്നേ ഉള്ളൂ, നടക്കാൻ പോകുന്നില്ല. കാരണം വീട്ടിൽ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രോൺസും ഉണ്ടാകത്തില്ല, പ്രോൺസ് വാങ്ങാനുള്ള ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പറയാവുന്നേ ഉള്ളൂ, കാര്യമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് പ്രോൺസ് ബിരിയാണി ഇങ്ങനെ ഉച്ചയ്ക്ക് സംഭവം ഉണ്ട്, പ്രോൺസ് ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. പക്ഷേ നമ്മുടെ വീട്ടിൽ വാങ്ങാൻ ഒന്നും ഇല്ലല്ലോ. ഇത് പറഞ്ഞു സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രോൺസ് കൊണ്ടുകൊണ്ട് ഒരാൾ വിളിക്കുന്നത്. അപ്പൊ അയാളോട് ദേവദാസൻ വിളിച്ചു ചോദിച്ചു, പാസ്റ്റർ ഇത് എപ്പോഴാ ഈ പ്രോൺസ് വാങ്ങിച്ചു? അത് ഞാൻ ഉച്ചയ്ക്ക് ഹാലല്ലേ അതുവഴി വന്നപ്പോഴത്തേനെ അവിടെ പ്രോൺസ് കണ്ടപ്പോൾ വാങ്ങിച്ചു. എവിടെയാ? അവള് ഹൃദയത്തിൽ ആഗ്രഹിച്ചപ്പോൾ അവളൊന്നും പറഞ്ഞില്ല, പ്രോൺസ് ബിരിയാണി വേണമെന്ന് ചോദിച്ചില്ല. പക്ഷെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വന്നപ്പോൾ അറിയുന്ന അപ്പനാണ് നമ്മൾ. ഹാലൂയ. നമ്മുടെയൊക്കെ ഹാലയിലെ മക്കളുള്ള ഡോക്ടറുടെ മക്കൾ, എഞ്ചിനീയറുടെ മക്കൾക്ക്, ഹാലയിലെ പലരുടെയും മക്കള് വന്ന് ഒരു ആഗ്രഹം പറഞ്ഞു കഴിയുമ്പോഴാണ് മാതാപിതാക്കന്മാർ അറിയുന്നത്. അത് സാധിപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഹാലയില് അതിനെ സാധിപ്പിച്ചു തരുന്ന ദൈവമാണ്. നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവിടെ മറ്റു മനുഷ്യരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു. എവിടെ ചോദിച്ചില്ല, മനസ്സിൽ ആഗ്രഹിച്ചപ്പോൾ. ചോദിക്കുന്നതിന് മുമ്പ് നിனைക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം വന്ന അതിനെ അറിഞ്ഞ് പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിയില്ലേ. അപ്പൊ ആ ദൈവത്തെ നമ്മൾ പലപ്പോഴും നമുക്ക് വിശ്വാസമില്ല. ഹാലൂയ. അപ്പൊ ആ ദൈവത്തെ ആണ് നമ്മൾ അപ്പൊ ഇവിടെ പറയുന്നത് അതുപോലെ ഇവിടെ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവ് നിന്നിട്ട് നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ആ ശബ്ദം നമ്മൾ കേൾക്കുന്നതിനെക്കാട്ടി നമ്മളെ കൂട്ടുകാരിലൂടെ, ബന്ധുക്കളിലൂടെ, ചാർച്ചക്കാരിലൂടെ, അയൽക്കാരിലൂടെ പലരുടെയും പറയുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അയ്യോ അതങ്ങനെ ചെയ്യല്ലേ, ഇതിങ്ങനെ ചെയ്യല്ലേ, അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് വരരുത്. എന്താ പറയുന്നത്? ആരെ പറയുന്നേ? നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവരാ പറയുന്നത്. പക്ഷെ ഈ ശബ്ദത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവ് എന്താണോ പറയുന്നത് അതിനെ നമ്മൾ കേട്ട് അനുസരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മൾ നേരായ വഴി കൂടെ നടക്കുകയുള്ളൂ. ഹാലയില. ഇല്ലെങ്കിൽ നമ്മളെ ഹാലയില കൊണ്ടുപോകുന്ന എവിടേക്കായിരിക്കുന്നറിയാ? ഏതെങ്കിലും കെണിയിലേക്കായിരിക്കും. ആമേ പറയും വേട്ടക്കാരൻ ഹാലയില ആമേ കെണിയിലേക്ക് വീഴ്ത്ത് അറിയാതെ പോകുന്ന പോലെയാ പോകുന്നതെന്നാ പറഞ്ഞേക്കുന്നു. അങ്ങനെയല്ലേ പറയാം, വറുക്കുന്നിടത്ത് കാളയും ചങ്ങലയിലേക്ക് പോറ്റും പോകുന്ന പോലെ പക്ഷെ ജീവഹാനിക്ക് എന്നുള്ളത് അറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെട്ട് ചെല്ലുന്നത് പോലെ കരലസ്ത്രം തിരക്കുമ്പോൾ അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്ന ഹാലയില്ല. ഇത് കൊണ്ടുവന്ന നമ്മളെ പ്രലോഭിപ്പിച്ച് മോഹിപ്പിച്ച് മോഹപരവശയാക്കി കൊണ്ടുപോകുന്നത് പാതാളത്തിലേക്കാണ്. ഇപ്പൊ നീ നിൽക്കുന്ന കൃപയിൽ നിന്ന് നിന്നെ വീഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നീ ആയിരിക്കുന്നിടത്ത് നിന്ന് നിന്നെ ഹാലില് കൊണ്ടുപോകുന്ന ഹാലില. ഇന്നലെ രാത്രി ദേവദാസൻ ഇങ്ങനെ ഒരു വചനം ഹാലില വിളിച്ചപ്പോ ഇങ്ങനെ പറയുണ്ടായി ഹാലില. ആമീൻ. അതിനകത്ത് യൂദായുടെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ആമീൻ. 19-ാം വാക്യം. ആമീൻ. അവർ ഭിന്നതയുണ്ടാക്കുന്നത് പ്രാകൃതന്മാർ ആത്മാവില്ലാത്ത നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. അപ്പം ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറയാൻ കാര്യം നമ്മുടെ ചുറ്റുപാടും ഭിന്നത ഉണ്ടാക്കുന്നവരുണ്ട്, പ്രാകൃതന്മാരുണ്ട്, ആത്മാവില്ലാത്തവരുണ്ട്.
ഇത് നമ്മുടെ ചുറ്റുപാട് നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ, നമ്മുടെ വിശ്വാസത്തെ പറയുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ട് ഹല്ലേലൂയ നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തി പരിശുദ്ധാൽ പ്രാർത്ഥി നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കരുണയ്ക്ക് കാത്ത് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ. അപ്പൊ നമ്മളെ സൂക്ഷിക്കേണ്ടത് ആരാ? നമ്മൾ തന്നെയാണ്. നിത്യതയിലേക്കുള്ള പോകേണ്ടുന്നത് ആരാണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ആ നിത്യത നഷ്ടപ്പെടുത്താനായിട്ട് മറ്റൊന്നിനെയും അനുവദിച്ചു കൊടുക്കാതെ അതിവിശുദ്ധ വിശ്വാസത്തെ, പത്രോസും പറഞ്ഞിട്ടുണ്ട് അതിവിശുദ്ധ വിശ്വാസം. നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് പലരും അപ്പൊ ഇതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പാണ്. നമ്മൾ ആരോടൊക്കെ ഇടപെടുന്നത്? എല്ലാവരും ആത്മാവിന്റെ നിറഞ്ഞവരോടാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഇടപെടുന്നത് അല്ല. ഭിന്നത ഉണ്ടാക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആത്മാവില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രാകൃതന്മാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഇടയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ട് അത് സൂക്ഷിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. എന്നെ സൂക്ഷിക്കാൻ സാറാമ സിസ്റ്റർ വരത്തില്ല. ഹല്ലേലൂയ. ബീന സിസ്റ്റർ സൂക്ഷിക്കാൻ വേണ്ടി ഷേർ സിസ്റ്റർ ചെല്ലത്തില്ല. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഇവിടെ പരിശുദ്ധാത്മ അത് തന്നെ ജ്ഞാനത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്ന ശബ്ദം കേട്ട് നമ്മൾ ഓരോ ദിവസം നടന്നാൽ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ വഴി പാതാളത്തിലേക്ക് കൊണ്ടും. ഹല്ലേലൂയ. ഇവിടെ പറയാം, പിന്നെ അവൾ പട്ടണവാതിക്കലും അരികത്തും ഗോപുരത്താൽ പുരുഷന്മാരെ ഞാൻ നിങ്ങൾ വിളിച്ചു, എന്റെ സ്വരം മനുഷ്യപുത്രന്മാരെ അടുക്കിലേക്ക് വരുന്നു. അപ്പം മനുഷ്യപുത്രന്മാരുടെ എല്ലാവരുടെയും അടുക്കിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സ്വരം വരുന്നുണ്ട്. പക്ഷെ പലരും ഇത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. കേട്ടാലും പലരും അത് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവിടെ വരുന്നുണ്ട്. കേൾപ്പിൻ ഞാൻ അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവാനും മൂഢന്മാരെ വിവേകഹൃദയമുള്ളവരാകുന്നു. അപ്പൊ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാ, മൂഢന്മാരെ വിവേകം ആക്കുള്ളതാക്കുക. അപ്പൊ നമുക്ക് വിവേകം ആവശ്യമാണ്. ഓരോ സമയത്തും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി വേണം പ്രവർത്തിക്കാനായിട്ട്. ഒരു വാക്ക് പറയുമ്പോഴും വിവേകത്തോടെ വേണം. കേൾപ്പിൻ ഞാൻ അല്പബുദ്ധിയെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ച് മൂഢന്മാരെ വിവേകഹൃദയമുള്ളവരാകുകയും കേൾപ്പിൻ ഞാൻ ഉത്കൃഷ്ടമായി സംസാരിക്കും, എന്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് സത്യം മാത്രം, നേരിലായിരിക്കും സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ വായ് സത്യം സംബന്ധിച്ച് ദുഷ്ടത എന്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. അപ്പൊ സത്യം മാത്രമേ, ഏത് കൊല്ലുന്ന നമ്മുടെ തല പോകുന്ന വിഷയം വന്നാലും ആത്മാവുള്ളവൻ സത്യം മാത്രമേ സംസാരിക്കത്തുള്ളൂ. ദുഷ്ടത അവന് വെറുപ്പ. ആരോടും ഒരു ദുഷ്ടത ചെയ്യാനായിട്ടോ സത്യമല്ല അസത്യം പറയുവാനായിട്ടോ അവൻ ഇഷ്ടമല്ല. എന്റെ വായിലെ മൊഴിയൊക്കെ നീതിയാകുന്നു. അവൻ വക്രവും വികടമായത് ഒന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും, നീതിയോടെ സംസാരിക്കും. നീതിയുള്ളത് മാത്രം. അവിടെ വക്രതയില്ല, വക്രതയും കോട്ടമുള്ള തലമുറ അല്ലത്. വക്രതയില്ല, വികടയുമായ ഒന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാന തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാകുന്നു. ഹല്ലേലൂയ. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും മേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാക്കുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകുകയില്ല. ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു, പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കും. യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ഡംഭം അഹങ്കാരം ദുർമാർഗം വക്രതയുമായി എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ഹല്ലേലൂയ. ആലോചനയും പരിജ്ഞാനം എനിക്കുള്ളത്, ഞാൻ തന്നെ വിവേകം, എനിക്ക് വീര്യബലമുണ്ട്. താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ആത്മാവിൽ നിന്ന് വിളിച്ചു പറയുന്നത് എന്താ പറയാ? എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്ന എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും, എന്റെ ആദായം മേത്രമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തു അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങൾ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളും നടക്കുന്നു. യഹോവ പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തി ആദ്യമായി എന്നെ ഉളവാക്കി. ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന എവിടെയാണെന്നറിയാം? ദൈവത്തിന്റെ ജ്ഞാനാത്മനെ. കാരണം പ്രവൃത്തിയുടെ ആരംഭം എന്നെ ഉളവാക്കി. എന്താ? ദൈവത്തിന്റെ ആത്മാവിന്റെ ആളാണ്, ജ്ഞാനത്തിന്റെ ആത്മാവിനാലാണ് നമ്മൾ ഈ കാണുന്ന സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ താഴോട്ട് ഈ എട്ടാം അധ്യായം വായിച്ചു നോക്കിയ ജ്ഞാനത്തിന്റെ ആത്മാവിനെ കുറിച്ച്. ഹല്ലേലൂയ.
ഒരുപാടുണ്ട്. ഹാലേലുയ. അവിടെ ആ ലാസ്റ്റ് പറഞ്ഞ എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരുടെ ആയിരുന്നു. ആകയാൽ എൻ മക്കളെ എന്റെ വാക്ക് കേട്ടുകൊള്ളി, എന്റെ വഴികളെ പ്രമാണിക്കുന്നതിന് ഭാഗ്യവാൻ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിപ്പോയി അതിനെ ത്യജിച്ച് കളയല്. ദിവസം പ്രതി എന്റെ പടിവാതിൽക്ക് ജാഗരിച്ചും എന്റെ വാതിൽ കട്ടകൾ കാത്തുകൊണ്ട് എന്റെ വാക്ക് കേട്ടതിന് മനുഷ്യൻ ഭാഗ്യൻ. എന്നെ കണ്ടെത്തും ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. ഹാലേലൂയ. അപ്പം ദൈവത്തിന്റെ ആത്മാവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേട്ട് നടന്നാൽ, ഹാലേലി ഹാലേലി, അതിനകത്താണ് നമ്മുടെ സകലതും ഹാലേലി, സകല സൗഭാഗ്യങ്ങൾ എന്തൊക്കെ ഭൂമിയിൽ നമുക്ക് ദൈവം വെച്ചിട്ടുണ്ടോ, ഈ ഭൂമിയിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് നടക്കുന്നവരാ. അതാണ് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, കേട്ട് അനുസരിച്ച് നടക്കുന്നവരാ. അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കാരണം അവരോട് ചക്കരവാക്ക് പറഞ്ഞ് ഇമ്പവാക്ക് പറയുന്ന ഒരു സുഹൃത്തിന്റെ രൂപത്തിൽ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, അവരിലൂടെ സംസാരിക്കുന്ന പിശാച് ആണ് എന്ന് അവർ തിരിച്ചറിയണം. അവന്റെ തന്ത്രങ്ങളിൽ അവർ വീണു പോകാതിരിക്കാൻ വേണ്ടി ഹല്ലേലൂയ ദൈവത്തിന്റെ ജ്ഞാനാത്മാവിനാൽ അവർ നടക്കുവാൻ തക്കണം, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ അവരെ പഠിപ്പിക്കണം. ഇതുപോലൊരു കാര്യം നമ്മുടെ മുമ്പിലേക്ക്, നമ്മൾ ഈ അധ്യായം വായിച്ചിട്ടുള്ള മനുഷ്യർക്ക് നമ്മുടെ മുമ്പിലേക്ക് ഒരു പ്രലോഭനമായി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയത് പിശാചാണ്. ഹാലേലൂയ. ഇത് സാത്താൻ എന്നെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ, എന്നെ കെണിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്ന് ഹാലിലെ പറയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് പലപ്പോഴും പറ്റും, നമ്മൾ കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഇരിക്കും, അല്ലെങ്കിൽ അനുസരിക്കാത്ത പോലെ ഇരിക്കും. ഹാലേലൂയ. പ്രാർത്ഥിക്കുന്നവരായി നമുക്കും വചനം വായിക്കുന്നവരാണ്, വചനം സംസാരിക്കുന്നവരാണ്, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ വരും. എന്താ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവിനെക്കാട്ടി ഉപരിയായി മനുഷ്യന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ തെറ്റിച്ചു കൊണ്ടുപോകും. ദൈവത്തിന്റെ ആത്മാവിന്റെ അല്ലാത്ത ആര് പറഞ്ഞാലും, എത്ര വലിയ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഇഗ്നോർ ചെയ്ത് കളയണം. അതിനെല്ലാം കയറി മുറുകെ പിടിച്ച് കൈ പിടിച്ച് വെക്കരുത്. നമ്മളോട് സംസാരിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. നേരിട്ടും ദൈവദാസന്മാരെ സംസാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിലേക്ക് വരുന്ന ശബ്ദം പിശാചിന്റെ ശബ്ദങ്ങൾ വരും. പിശാചിന് ചിലപ്പോൾ നേരിട്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം ദൈവത്തിന്റെ ആത്മാവുള്ളതിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി അവൻ മടിക്കും. പക്ഷേ അവൻ പലരെയും അതിനുവേണ്ടി ഒരുക്കും. പലരെയും നമ്മുടെ അരികിലേക്ക് അയക്കും. ഈ ശബ്ദങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കണം ഇത് ആരുടെ ശബ്ദമാണെന്നും ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനെ അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് അതിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പാതാളത്തിലേക്കും ഇവിടെ പറയുന്ന കണക്ക് ആമേൻ അരക്കുന്നിടത്തേക്ക് പോകുന്ന കാളയെ പോലെയും ജീവഹാനിക്കെന്നറിയാതെ പോകുന്ന പക്ഷി പോകുന്ന കെണിയിലേക്കും പോകുന്ന പോലെ പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾപ്പിച്ച് ഓരോ ദിവസം നടത്തുവാൻ വേണ്ടിയിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. അതിനെ മുറുകെ പിടിച്ചുകൊള്ളാൻ നമ്മൾ തന്നെയാണ് പിടിക്കേണ്ടത്. നമ്മൾ അതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആമേൻ ശ്രദ്ധിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.